ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഓണം സ്പെഷ്യലായിട്ടൊരു ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാഴയിലയാണ്. അപ്പോൾ ഇത് ചെറിയൊരു ഇല എടുത്തിട്ട് അതിൻ്റെ നാക്കിലയുടെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സൈഡും ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ലൊരു ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മളെ ബോട്ടിലേക്ക് നല്ലൊരു പാകത്തിനുള്ള ഷേപ്പ് ആകുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തത്. പക്ഷേ കട്ട് ചെയ്താണെന്ന് തോന്നുന്നില്ല കേട്ടോ, നല്ല ഭംഗിയിൽ ഒരു കുഞ്ഞ് ഇല പോലെ തന്നെയാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നേരിട്ട് ബോട്ടിലേക്ക് ഒട്ടിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അല്ലാതെ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് അങ്ങ് ചുരുണ്ട് പോലെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ വെച്ചിട്ട് ഇങ്ങനെ ന്യൂസ് പേപ്പറിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊന്നിങ്ങനെ മേലെ അയൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അങ്ങനെ അല്ലാതെ നമുക്ക് പേപ്പറിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു 2-3 ദിവസം ഇങ്ങനെ ബെഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ബുക്കിൻ്റെ അടിയിലൊക്കെ വെച്ചാൽ അതിലെ വെള്ളമൊക്കെ ഇങ്ങനെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. പക്ഷേ അതിന് എനിക്കിപ്പം ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുത്തത്. പക്ഷേ അയൺ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ ചുളിവ് വന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ബോട്ടിലൊന്നിങ്ങനെ ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റ് ബ്രൗണും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു സ്കിൻ കളറാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഐവറി കളർ പോലെ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടിലിൻ്റെ ഫ്രണ്ടിലൊരു ഭാഗത്ത് ഞാനിങ്ങനെ അധികം പെയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം എൻ്റെ കയ്യിൽ പെയിൻറ്റ് കുറവാണിപ്പം. പിന്നെ ആ ഒരു വാഴയില നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അവിടെ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം വാഴയില ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ബാക്കിൽ മുഴുവനായിട്ടും സൈഡിലൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് ഭാഗം ഞാൻ ഒഴിച്ചിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു കളറായിട്ടുണ്ട് അല്ലേ, നല്ലൊരു ഐവറി കളറൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇനിയിപ്പോൾ നമുക്ക് ഈ ബോട്ടിലേക്ക് നമ്മൾ ഈ ഒരു ഉണക്കിയെടുത്തിട്ടുള്ള ഒരു ലീഫ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെവിക്കോൾ നന്നായിട്ട് നമ്മൾ ആ ഒരു ലീഫിൻ്റെ ബാക്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ബോട്ടിലേക്ക് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ, നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് ഓണസദ്യയൊക്കെ ബോട്ടിൽ ചെയ്യുന്നതാണെന്നുള്ളത്. ഓണസദ്യ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ എല്ലാവരും ഇങ്ങനെ ക്ലേ ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ലീഫ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒന്നിങ്ങനെ ലീഫ് വെച്ചിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ നമ്മളെ ബോട്ടിലേക്ക് ആ ഒരു ലീഫ് നല്ല ചുളിവുകളൊക്കെ ഇല്ല നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാത്തൊരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ ആ സെയിം കളർ പെയിൻറ്റ് തന്നെ വെച്ചിട്ടൊന്നിങ്ങനെ ഒന്ന് ടച്ച് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സദ്യക്കുള്ള ആ ഒരു വാഴയിലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട ചോറും കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് കറക്റ്റ് നല്ലൊരു പിക്ചർ അറിയില്ല, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിനൊരു കണക്കൊക്കെ ഉണ്ടല്ലോ, പക്ഷേ എനിക്ക് അതറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടൊരു സദ്യയുടെ ഒരു ഇമേജ് എടുത്തിട്ട് ആ രീതിയിലാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു ലീഫിൻ്റെ ആ ഒരു സൈഡിലായിട്ട്. എന്നിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വാട്ടർമെലിൻ്റെ സീഡ്സാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എത്രയാണോ നമുക്ക് ചോറിൻ്റെ ആ ഒരു ഭാഗം വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മളൊന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഓണസദ്യ ബോട്ടിൽ ചെയ്തിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിലൊക്കെ ക്ലേയും പിന്നെ കല്ലും മണ്ണൊക്കെ യൂസ് ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നിങ്ങനെ പരീക്ഷിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആദ്യം അത്രക്കൊരു ഭംഗിയില്ല എന്നുണ്ടെങ്കിലും ഫൈനൽ പ്രോഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം നമുക്കതൊന്നിങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചോറ് ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് എഗ്ഷെല്ലിൻ്റെ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഇതിൽ കാണിക്കാൻ മറന്നു കേട്ടോ, കാരണം എഗ്ഷെല്ല് ഞാനിങ്ങനെ കുറച്ച് ക്രഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് മിക്സിയിൽ പൊടിച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുത്തു. അപ്പോൾ നമുക്ക് 2 സൈസിൽ കിട്ടുമല്ലോ, നല്ല ഡസ്റ്റ് ആയിട്ടുള്ളതും പിന്നെ കുറച്ചൊരു ഇങ്ങനെ അതിൻ്റെ മേലുള്ള ഒരു കവറിങ് ഉണ്ടാവുമല്ലോ എഗ്ഷെല്ല് മിക്സിയിൽ പൊടിക്കുന്ന സമയത്ത്. അപ്പോൾ അതും ഞാനിങ്ങനെ 3 എണ്ണമായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3 സൈസിലുള്ള ഈ ഒരു എഗ്ഷെല്ലിൻ്റെ പൗഡർ വെച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് കറിയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാനിങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അത്ര മനസ്സിലാവില്ല, കാരണം അതൊരു കളർ ചെയ്യുന്ന സമയത്ത് അതിനൊരു ഭംഗി കിട്ടുള്ളൂ. ഞാനിതിൽ അവിയൽ, കൂട്ടുകറി, പിന്നെ നമ്മളെ എരിശ്ശേരി അതൊക്കെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ആ ഒരു മുരിങ്ങക്കായൻ്റെ ഒക്കെ പോലെ നീളത്തിലൊരിത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ലോലിപോപ്പിൻ്റെ കോലാണ് കേട്ടോ. അതായത് കോലുമിഠായിൻ്റെ ആ ഒരു വൈറ്റ് കോലില്ല, അപ്പോൾ അതാണ് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ഒരു ക്യാരറ്റിൻ്റെയും അതുപോലെ മുരിങ്ങക്കായൻ്റെ ഒക്കെ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഞാനിങ്ങനെ ഓലൻ പോലെയൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഓലനൊക്കെ ആകുമ്പോൾ കുറച്ചിങ്ങനെ ഒരു കറി പോലെ ഇരിക്കും, പിന്നെ കുറച്ച് പീസസ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന്. പിന്നെ അതിന് പകരം ഞാൻ നമ്മളെ പാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സീഡ്സാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ആ ഒരു ക്യാബേജിൻ്റെ തോരന് പച്ചടിയൊക്കെ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളെ ഈ തേങ്ങാപ്പീരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പീര നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്.
ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വാട്ടർമെലൻ്റെ സീഡ്സും പിന്നെ നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സീഡ്സും വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്കിങ്ങനെ ബനാനയുടെ ചിപ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബട്ടൺസ് ആണ് കേട്ടോ. അപ്പോൾ ബട്ടൺസ് ആകുമ്പോൾ അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു 4 ഹോൾസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ബനാനൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു 4 ഇതുണ്ടാവില്ല, ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് 2 എണ്ണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സദ്യക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മളെ പപ്പടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പീസാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഉള്ളിലുണ്ടാവില്ല ഒരു പീസ്. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സൈസ് കുറച്ച് കൂടുതലാണോ എന്ന് തോന്നിയപ്പോൾ ഞാനിങ്ങനെ സൈഡ്സ് ഒന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഞാനൊരു 3 സീഡ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ സീഡ്സാണ് ഒട്ടിച്ചത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പപ്പടത്തിനൊക്കെ ഇങ്ങനെ പൊള്ളിയിട്ട് ബബിൾസ് ഉണ്ടാവില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് ഞാനിവിടെ ഒരു ഡേറ്റ്സിൻ്റെ സീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ നമ്മളെ ഈ ലോലിപോപ്പിൻ്റെ ഒരു കുഞ്ഞു പീസും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ സദ്യയിൽ എപ്പോഴും ഉണ്ടാകുന്ന പഴത്തിന് പകരമായിട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മളെ ചോറൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, ആ ഒരു വാട്ടർമെലൻ സീഡ്സൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് സാമ്പാറും കൂടെ അങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പീര തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ സാമ്പാറിനും അതുപോലെ നമ്മളെ ക്യാരറ്റൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 2-3 നമ്മൾ ആ ഒരു കുഞ്ഞു പീസ് ഉണ്ടാവുന്നല്ലോ കോൽമുട്ടായിൻ്റെ, അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിന് പകരം ഞാൻ ഇതുപോലെ എക്സലിലാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് ഒട്ടിച്ചതൊക്കെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് കളറൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സൈഡ്സൊക്കെ നമ്മൾ ഇങ്ങനെ സ്പ്രെഡായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞ് പകുതിയായ സമയത്ത് നോക്കിയപ്പോഴാണ് ക്യാമറ ഓഫായി പോയിട്ടുള്ളത് കേട്ടോ. അപ്പം കളറൊക്കെ നമുക്ക് അറിയുന്ന കളറാണ്, ആ ഫുഡിൻ്റെ കളറൊക്കെ ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ ഗൂഗിളിലുള്ള ആ ഒരു പിക്ചർ നോക്കിയിട്ട് ഏകദേശം ആ ഒരു കളറൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ ആ ഒരു ഡേറ്റ്സിൻ്റെ സീഡിന് ഇങ്ങനെ ഒരു യെല്ലോ കളർ കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ, ആ ഒരു പഴത്തിൻ്റെ ഷേപ്പിൽ തന്നെ ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു കോലിൻ്റെ ഒരു കുഞ്ഞു പീസൊക്കെ വെച്ചല്ലോ, അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ആ ചിപ്സ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്, ആ ഒരു ബട്ടൺസിൻ്റെ നടുക്കൊക്കെ ഇങ്ങനെ ഹോൾസൊക്കെ ആയി വന്നിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. പിന്നെയാണ് ഇതിങ്ങനെ കണ്ടപ്പോൾ നമ്മൾ ഇതിൽ ബീട്രൂട്ട് പച്ചടി നമ്മൾ വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ ശർക്കര ഉപ്പേരിയും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എക്സൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ബീട്രൂട്ടിൻ്റെ കളർ വരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഗ്രേപ്സിൻ്റെ കളറുള്ള ആ ഒരു ഗ്രേപ്സിൻ്റെ കളറും പിന്നെ കുറച്ച് പിങ്ക് കൂടെ അങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തപ്പം ഏകദേശം ആ ഒരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ശർക്കര വരട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നോക്കി, ഒരു ഹാഫ് ആയിട്ടുള്ളത് ആദ്യം വിചാരിച്ചു ഇങ്ങനെ ബട്ടൺ ഇങ്ങനെ പകുതിയാക്കി കട്ട് ചെയ്തിട്ട് ചെയ്താലോ എന്ന്. പക്ഷേ അത് പിന്നെയും കുറച്ചൊരു പാടല്ലേ. അപ്പോൾ പിന്നെ ഞാൻ 2 നമ്മളെ എന്താ പറയുക വെണ്ടക്കൻ്റെ സീഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് അത്രയ്ക്കൊരു ഭംഗിയായി വന്നിട്ടില്ല, കാരണം ഒരു ഉരുണ്ടിരിക്കുന്നതാണല്ലോ. പിന്നെയാണ് ഓർത്തത് നമ്മളെ വാട്ടർമെലൻ്റെ സീഡ്സ് ഇങ്ങനെ പകുതിയാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതിയായിരുന്നു എന്നുള്ളത്. പിന്നെ ഞാനത് മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഇങ്ങനെ കളറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയാം കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ ആയിട്ടുണ്ടോ എന്ന് നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഫസ്റ്റ് ഇവിടെ കാണിച്ചിട്ട് ആ ഒരു വൈറ്റ് ചോറാണ്, പിന്നെ അതിൻ്റെ മേലെ സാമ്പാറുണ്ട്, പിന്നെ ആ ഒരു ഓറഞ്ച് കളറായിട്ട് കാണുന്നത് ക്യാരറ്റ് ഉണ്ട്, പിന്നെ മുരിങ്ങക്കായ, പിന്നെ തൊട്ടടുത്ത് കാണുന്ന യെല്ലോ കളറ് പരിപ്പ് കറിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിയൽ, പിന്നെ തൊട്ടടുത്തായിട്ട് കൂട്ടുകറി, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബീട്രൂട്ട് പച്ചടി ഉണ്ട്, പിന്നെ ഓലനുണ്ട്. അപ്പോൾ അതാണ് വൈറ്റിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു പീസൊക്കെ ആയിട്ട് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാബേജിൻ്റെ തോരനാണ്, പിന്നെ പുളിയിഞ്ചി അച്ചാർ, പിന്നെ ചിപ്സ് ഉണ്ട്, ഉപ്പ്, പിന്നെ ശർക്കര വരട്ടി, പിന്നെ അതുപോലെ പഴം, പപ്പടം, അതൊക്കെയാണുള്ളത്. അങ്ങനെ നമ്മളൊരു 16 തരം കറിയൊക്കെ കൂട്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി സദ്യയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ, കാരണം ഇത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം ഞാൻ ഓരോ സമയത്ത് ഇങ്ങനെ ആ ഒരു ഇമേജ് കാണുന്നതിനനുസരിച്ച് പിന്നെ സാധനങ്ങളൊക്കെ എന്തെടുക്കുമെന്ന് വെച്ച് ഇങ്ങനെ തപ്പിയെടുത്തുകൊണ്ട് വന്നൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തുള്ളതാണ്. അപ്പോൾ അത്രത്തോളം സക്സസ് ആവുന്ന പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പെയിൻ്റൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് നല്ല ഭംഗിയായി. മോനൊക്കെ കണ്ടിട്ട് പറയുന്നു കഴിക്കാൻ തോന്നുന്നു, കാരണം അത്രക്കും നല്ലൊരു ഭംഗിയുണ്ട്. സദ്യ പൊതുവേ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്, കാരണം നമ്മളങ്ങനെ അധികം സദ്യ ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുന്നതിനേക്കാൾ ഒരുപാട് ഇഷ്ടമാണ് സദ്യ കഴിക്കാൻ. പിന്നെ അതിൻ്റെ മേലായിട്ട് ഞാൻ ജസ്റ്റ് ഓണാശംസകളൂടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലീഫിന് വേണമെങ്കിൽ കളറൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇപ്പോൾ അങ്ങനെ കളർ ചെയ്യുന്നില്ല, കാരണം നമ്മൾ അയൺ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ അതിൻ്റെ കളർ ഫെയ്ഡായി പോയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ കുറേ കഴിയുമ്പം കളറൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാപ്രീൻ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ഒരു ആരും ചെയ്യാത്ത ഒരു ഡിഫറെൻറ്റ് ഐഡിയ ആയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓണം ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഈ ഒരു ബോട്ടിൽ നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ ക്ലേ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ വേസ്റ്റായി കിടക്കുന്ന മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന തേങ്ങാപ്പീര മാത്രമേ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബോട്ടിലേക്ക് ആ ഒരു പൂക്കളൊക്കെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്ലേ ഒന്നും യൂസ് ചെയ്യാതെ ഓണം സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള 2 ബോട്ടിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.